ഗൈസ് വാട്സ്ആപ്പ് എല്ലാവർക്കും ഡി ഡി മാനസ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആഫ്റ്റർ 2000 ഇയേഴ്സ് അപ്പോൾ ഇത്രയും ദിവസം ഞാൻ എവിടെ പോയിരുന്നു, ഞാൻ എന്തോ ചെയ്തിരുന്നു, ഞാൻ ഇപ്പോൾ അതിനൊന്നും പറയാനില്ല, വീഡിയോ ലോങ് ആയി പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എനിക്ക് +2 ആണ്. +2 2 പരീക്ഷയിനിടയ്ക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത് 2 പരീക്ഷ അതിനിടയ്ക്ക് വന്നു. അപ്പോൾ എൻ്റെ എല്ലാ പ്ലാൻസും മുടങ്ങിപ്പോയി. അപ്പോൾ ഇനി ഒരു ഫെബ്രുവരി മാർച്ച് വരെ ഇങ്ങനെ വീഡിയോ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, ഫെബ്രുവരി മാർച്ച് വരെ ഇങ്ങനെ 2 മാസത്തൊരിക്കൽ ഒരു വീഡിയോ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, പക്ഷേ ഇന്ന വീഡിയോ അത്ര കിട്ടില്ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും എൻ്റെ എഡിറ്റിംഗ് സ്റ്റൈൽ ഇപ്പോൾ ഫുൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ ശരി തന്നെ. നമ്മളിപ്പോൾ നമ്മുടെ ചാനലിലെ സീസൺ 4 തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ മെയിൻ മോട്ടോ ഒന്നെങ്കിൽ അത് എൻ്റർടൈനിങ്. ഓക്കെ, ഞാൻ ഇന്ന വീഡിയോസ് അത്രയും ക്രേസി ഫണ്ണായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാരണ്ടീഡ് ആയിരിക്കും. അതാണ് എൻ്റെ ഈ സീസണിൻ്റെ ഒരു മോട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഏറ്റവും ഒരു പക്ഷേ കേരളത്തിൽ മുഴുവൻ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഷോ, അതായത് ബിഗ് ബോസിൻ്റെ എന്താ പറയുക ഹോൾ സീസൺ മലയാളത്തിലെ ബിഗ് ബോസ് മലയാളത്തിലെ ഹോൾ സീസൺ 1 to 7 ഹോൾ സീസൺസ് ഞാൻ റാങ്ക് ചെയ്യാൻ പോവുകയാണ് ഫ്രം വേഴ്സ്റ്റ് ടു ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് സീസൺ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറയും ബിഗ് ബോസ് സീസൺ 2 ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 2 ആണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് തീരെ എന്താ പറയുക ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു സീസണാണ്. കാരണം പ്രത്യേകിച്ച് അതിലൊരു ഗ്രാൻഡ് ഫിനാലെ ഇല്ലായിരുന്നു. അതിൽ എന്താ പറയുക കോവിഡ് കാരണം ഒരു വിന്നർ ഇല്ലായിരുന്നു. പാതി മുക്കാലേജ് തന്നെ ആ സീസൺ നിന്നുപോയി. മാത്രമല്ല ആ സീസണിൽ 1-2 നല്ല കണ്ടസ്റ്റൻസ് അല്ലാതെ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ഒരു ചെറിയ ചെയ്യാൻ അല്ലെങ്കിൽ ഓർമ്മ വരുന്ന പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 2 ആണ് എൻ്റെ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും അവസാനമായിട്ട് കിടക്കുന്നത്, ഏറ്റവും വേഴ്സ്റ്റ് എന്ന് പറയാം സീസണിൽ. ഓക്കെ, അപ്പോൾ ഏറ്റവും അവസാനം കിടക്കുന്ന ബിഗ് ബോസ് സീസൺ 2 ആണ്. അതിൽ എന്താ പറയുക 1-2 നല്ല ഗെയിമേഴ്സ്, അതായത് രജിത് കുമാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗെയിമറായിരുന്നു പേഴ്സണലി. ഓക്കെ, അവസാനം രജിത് കുമാറിനെ പുറത്താക്കി. കാരണമൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ആ സീസൺ ഉണ്ടായിടത്തോളം കാലം എന്നെ കാണാൻ ഒരേ ഒരു ഫാക്ടറി ഡോക്ടർ രജിത് കുമാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ സീസൺ എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം സീസൺ 1 അത്രയൊരു ഡോപ്പ് ഒരു സീസണായിട്ട്, പിന്നെ അതിന് ശേഷം ഇങ്ങനത്തെ ഒരു സീസൺ വന്നപ്പോൾ എനിക്ക് കുറച്ച് അത്ര ഇഷ്ടപ്പെടില്ല. ഓക്കെ, ഞാൻ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു ഒരു ഷോ ആണ് ബിഗ് ബോസ്. അപ്പം എനിക്ക് അത്ര വർക്കാവാത്തൊരു സീസണാണ് സീസൺ 2. ഓക്കെ, ഡോക്ടർ രജിത് കുമാർ കിട്ടില്ലായിരുന്നു. പിന്നെ അടുത്ത വരണ സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6, കഴിഞ്ഞ സീസൺ. ഓക്കെ, അത് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ എന്തുകൊണ്ട് അതിനെ ഏറ്റവും താഴ്ത്തിട്ടിരിക്കുന്നത്. കാരണം അതിന് മുമ്പ് ഇറങ്ങിയ സീസൺ 5 ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ സീസണിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും നമ്മൾ ഇമോഷണലി കുറച്ച് കണക്റ്റ് ആകുകയാണ് ആ സീസൺ ത്രൂ ഔട്ട്. അതിപ്പോൾ നമുക്ക് കുറച്ച് പ്രിഫറൻസ് കുറഞ്ഞൊരു ഗെയിമർ ഒരാളായിരിക്കാം, എനിക്ക് ഇഷ്ടം കുറവുള്ളതായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാ കണ്ടസ്റ്റൻസും ഒരു സീസൺ 5 ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക ഒരു കണക്ഷൻ നമുക്ക് ഒരു ഇതാവും എല്ലാ കണ്ടസ്റ്റൻസുമായിട്ട് സീസൺ 5. ഓക്കെ, പക്ഷേ സീസൺ 6 തൊട്ട് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സീസൺ 6 എന്ന് പറയുമ്പം ഒരാളെടുത്ത് നമുക്ക് ഒന്നും തോന്നില്ല. അതാണ് ഇപ്പോൾ സീസണിൻ്റെ പ്രശ്നം. അതായത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ഒരു സീസണായിരുന്നു സത്യം പറയാൻ. ഞാൻ ഈ സീസണിൻ്റെ ആദ്യത്തെ 15 എപ്പിസോഡ് ഞാൻ കണ്ടു. അതിനുശേഷം പിന്നെ അടുത്ത 15 എപ്പിസോഡ് ഞാൻ കണ്ടില്ല. ആദ്യത്തെ പ്രാവശ്യം തോന്നും എനിക്ക് മടുത്ത്. കണ്ടസ്റ്റൻസ് ആയാലും എൻ്റെ ഗെയിംസ് ആയാലും പവർ ടീം എന്നൊക്കെ വെച്ച് കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തി എനിക്ക് അങ്ങോട്ടങ്ങ് ഇതായില്ല. അതുകൊണ്ട് ആദ്യത്തെ 15 എപ്പിസോഡ് ഞാൻ കണ്ടിട്ട് പിന്നെ ഞാൻ നിർത്തി കാണുന്നത്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് വെക്കേഷൻ ഉള്ള സമയമായിരുന്നു, 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇത് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ എന്തോന്നു ഞാൻ അങ്ങനെ കണ്ട് ഗ്രാൻഡ് ഫിനാലെ വരെ പോയെന്നാണ്. സത്യം പറഞ്ഞാൽ ആ സീസണിൽ എന്തെങ്കിലും നല്ല ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് ഗ്രാൻഡ് ഫിനാലയിൽ ജിൻഡോ ജയിച്ചായിരുന്നു. കുറേ പേര് ഇപ്പോൾ എതിർക്കാതിന്, പക്ഷേ മൈ ഒപ്പീനിയൻ അതിൽ ആകെ ഇത്രയെങ്കിലും അർഹനായിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ജയിക്കാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് ജിൻഡോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല അതിൽ. ഓക്കെ, പിന്നെ എൻ്റെ കണ്ടസ്റ്റൻസ് പിന്നെ കിഡിലും കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ
അപ്പോൾ അടുത്ത സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ. ഓക്കെ, അതും ഓൾമോസ്റ്റ് സെയിം ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഒരു സിനാരിയോ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നമുക്ക് ഒന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നൂല. എന്തൊക്കെയോ നടക്കുക. കഴിഞ്ഞ പ്രാവശ്യം നല്ല വീക്ക്ലി ടാസ്കെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീക്ക്ലി ടാസ്ക് പോലും നേരെ കാണാൻ പറ്റണില്ല. പണിപ്പുര അങ്ങനെ എന്തോന്നോ പറഞ്ഞൊരു സംഭവം. അങ്ങനെ ഒരു വീക്കിൽ ടാസ്ക് ഇല്ല, പ്രത്യേകിച്ച് ഒരു നല്ല ടാസ്ക് ഇല്ല, നല്ല കണ്ടസ്റ്റൻസ് ഇല്ല. ഒരു കണ്ടസ്റ്റൻസ് നമുക്ക് ഇഷ്ടം തോന്നില്ല. ആദ്യമൊക്കെ ഇഷ്ടം തോന്നിയ കണ്ടസ്റ്റൻസ് പിന്നെ വെറുപ്പിച്ച് കളയും, ആദ്യം വെറുപ്പിച്ച കണ്ടസ്റ്റൻസ് പിന്നെ ഇഷ്ടം തോന്നിക്കും. വളരെ വിയർഡൊരു സീസണാണിത്. എനിക്ക് അതിലാകെ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ സീസണിൽ ആകെ വിന്നറാകുമ്പോൾ അനീഷ് ആയിട്ടുള്ള ഒരേ ഒരാൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അനീഷ്. പിന്നെ എനിക്ക് അഭിലാഷിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അനീഷാണ് ഒരു വിന്നർ മെറ്റീരിയൽ, ബി മെറ്റീരിയൽ സത്യം പറഞ്ഞാൽ അനീഷാണ്. സത്യം പറഞ്ഞാൽ അനീഷ് കളിക്കുന്ന ഗെയിമാണ് ഗെയിം സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ. കാരണം അവിടെ ഗെയിം അത്യാവശ്യം ഇത്രയും നന്നായിട്ട് കളിക്കുന്ന അനീഷ് മാത്രമാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ആദ്യം വന്നപ്പോൾ എനിക്ക് കുറച്ച് ഇതൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് ഇങ്ങനെയാണ് കളിക്കേണ്ടത്, ബിഗ് ബോസ് ഇങ്ങനെയാണ് കളിക്കേണ്ടത്. അങ്ങനെ എനിക്ക് ആക്ച്വലി അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സീസണിൽ ആകെ എനിക്ക് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻറ്റും അനീഷ് മാത്രമാണ്. ഒരു കണ്ടസ്റ്റൻസിന് എനിക്ക് ഇഷ്ടമല്ല. സത്യം പറയാൻ നമുക്ക് ഇതിനൊരു അനീഷ് സുപ്രീമസി എന്നൊക്കെ നമുക്ക് ഈ സീസണെ വിളിക്കാം. പക്ഷേ മോർ പ്രിസൈസ്ലി നമുക്ക് ഇതിനൊരു ബിഗ് ബോസ് സീസണേക്കാളും നമുക്ക് ഇതിനൊരു സദാചാര ഷോ നമുക്ക് ഈ സീസണെ നമുക്ക് വിളിക്കാം. കാരണം നിങ്ങൾ ആ സീസണിലെ അരങ്ങേറുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവർ തമ്മിൽ വരുന്നു, വീണ്ടും വരുന്നു, വീണ്ടും ബെഡ്ഷീറ്റ് ആക്കിയിട്ട് വീണ്ടും നോക്കുന്നു. എന്റെ പൗച്ച് എവിടെ പോയി നീ ഓരോരുത്തർക്ക് ചോദിച്ചത് അതും വീട് ആ സീസണിൽ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചില പേരും ഈ സീസണിലെ വീട് വിട്ടു പോയ ചില ആൾക്കാരിൽ വെച്ച് നോക്കുമ്പം ആ വീട്ടിലൊരു പ്ലാച്ചിൻ്റെ പാവ ഉണ്ടല്ലോ. ആ പാവയ്ക്ക് ആ കണ്ടസ്റ്റൻസിനേക്കാൾ കുറച്ചുകൂടി സ്ക്രീൻ സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത് പറയുമ്പോഴാണ് ദാറ്റ് ബ്രിങ്സ് us to പ്ലാച്ചി. നിങ്ങൾ ബിഗ് ബോസ് സീസൺ 4ൻ്റെയും 5ൻ്റെയും 1ൻ്റെ ഒക്കെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇതെന്തോ പാവ തൂക്കിയിടല്, അതിൻ്റെ പേരിൽ കരച്ചില്, പാവയുടെ പേരിൽ കുറെ പ്രശ്നം. എനിക്ക് മനസ്സിലായി, എനിക്ക് ഇതാവണില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സീസൺ അധികം ഇപ്പോൾ ഫോളോ ചെയ്യാറൊന്നുമില്ല, അത്ര +2 ഒക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ. പക്ഷെ എന്തോ സീസൺ ഇത് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആകെ അവിടെ ഒരു ബി മെറ്റീരിയലായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അനീഷ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത തന്നെ ബിഗ് ബോസ് സീസൺ 7 ആണ്. ഓക്കെ, പിന്നെ അടുത്ത വരുന്ന സീസണാണ് ബിഗ് ബോസ് സീസൺ 3. അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീസണാണെന്ന് ഞാൻ പറയും. കാരണം അത്യാവശ്യം കുറച്ച് നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ആ സീസണിൽ. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, എനിക്കിപ്പോൾ ഓർമ്മ കിട്ടില്ല, കുറച്ച് നല്ല കണ്ടസ്റ്റൻസ് ആ സീസൺ ഉണ്ടായിരുന്നു. മാത്രമല്ല കിഡിലൻ ഗെയിംസ് ഉണ്ടായിരുന്നു ആ സീസണിൽ. ഒരു കുക്കുടു കൂക്കു എന്നൊക്കെ പറഞ്ഞ ഒരു ഗെയിം ഉണ്ടായിരുന്നില്ലേ, മറ്റേ കോൺഫിഡൻസ് ആയിട്ട് ഒരു മണിക്കൂട്ടം മറ്റേ ഒരാൾ ചെയ്യുന്ന ചിലപ്പോൾ തിരിച്ച് പറയണം, പക്ഷേ ആക്ച്വലി അയാളല്ല, പക്ഷെ പറയണത് തിരിച്ച് കൂക്കുമെന്ന്. അത് കിഡിലൊരു ഗെയിമായിരുന്നു. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് ആയിരുന്നു ആ ഒരു ഹോൾ ബിഗ് ബോസിലെ ഹിസ്റ്ററിയിൽ. പക്ഷേ ഈ സീസണിൽ പ്രത്യേകിച്ച് ആ ഒരു ഗെയിം മാത്രമല്ല, പിന്നെ എന്താ പറയുക, കുറച്ച് നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. നല്ല പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും എടുത്തു പറയാനായിട്ടില്ലാത്തതുകൊണ്ട് അതൊരു ഓക്കെ സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ 3. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്തൊരു സീസൺ അടുത്തൊരു ഇതിൽ ബിഗ് ബോസ് സീസൺ 3 ആണ്. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് നോബി ആയിരുന്നു. നോബി. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് സീസൺ 3 ആയിരുന്നു എൻ്റെ അടുത്തത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പ് 3 സീസൺ, അതിൽ ഈ ബിഗ് ബോസ് സീസൺ 3 അതിന്നൊരു മേജർ ഹൈക്കാണ്. ഓക്കെ, ബിഗ് ബോസ് സീസൺ 3 ഒരുപാട് ഡിഫറൻസിലാണ് അടുത്ത സീസൺസ് ഒക്കെ ഞാൻ പറയാൻ പോകണം. ഓക്കെ, അതിന് അടുത്ത സീസൺ വരണതാണ് ബിഗ് ബോസ് സീസൺ 4. ഓക്കെ, ബിഗ് ബോസ് സീസൺ 4 സത്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഒരു ടൈപ്പാണ്. കാരണം ഒരു കണ്ടസ്റ്റൻസിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഇത് ഭയങ്കര നല്ല കണ്ടസ്റ്റൻസ് ആണ്. അങ്ങനെയൊന്നും പറയില്ല. എല്ലാവർക്കും അവരവരുടേതായ ഇതുണ്ട്, ഗെയിമിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു ആ സീസണിൽ. ഇപ്പോൾ റിയാസ് സലീം ആയാലും ഡോക്ടർ റോബിൻ ആയാലും ആരായാലും എന്താ പറയുക, ആ സീസൺ ഫുൾ ഓഫ് ഗെയിമർ കൊണ്ട് നിറഞ്ഞ സീസണായിരുന്നു. അപ്പം എന്താ പറയുക, അപ്പം നല്ല സീസൺ, കാണാൻ നല്ല രസമായിരുന്നു. അതായത് എല്ലാവർക്കും ഗെയിം കളിക്കാൻ അറിയാം ആ സീസണിൽ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ സീസൺ കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ നല്ല ഗെയിംസും ആയിരുന്നു. പക്ഷെ എനിക്ക് ആ സീസണിൽ ആകെ എനിക്ക് പോരാതായിട്ട് തോന്നി ആ സീസണിൻ്റെ വിന്നറാണ്. ഓക്കെ, ആ സീസണിൻ്റെ വിന്നർ വേറെ ആരെങ്കിലും ആക്കായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. അത് നിങ്ങൾ സീസൺ കണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വിന്നർ വേറെ ആരെങ്കിലും ആക്കായിരുന്നു.
പക്ഷേ ആ സീസൺ കിട്ടില്ലായിരുന്നു, കാരണം സത്യം പറയുകയാണെങ്കിൽ. കാരണം ആ സീസണിലെ കണ്ടസ്റ്റൻസ് ബസ്സിൽ റിയാസ് സലീമൊക്കെ കിട്ടില്ല ഒരു ബിഗ് ബോസ് ഗെയിമറായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ലൊരു സീസൺ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ 4. ഓക്കെ, അപ്പോൾ അടുത്ത ബിഗ് ബോസ് സീസൺ 4 ആണ്. എന്റെ ഝാൻസിറാണെ ഇടയ്ക്ക് മാറും. അടുത്ത തന്നെ റണ്ണറപ്പ് ആണ് ബിഗ് ബോസ് സീസൺ 1, OG ബിഗ് ബോസ് സീസൺ 1 എന്നൊരു കാഴ്ചപ്പാടില്ല. കാരണം അതൊരു സത്യം പറഞ്ഞാൽ അത് ഫസ്റ്റ് സീസൺ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മലയാളികൾ ഓൾമോസ്റ്റ് മിക്ക മലയാളികളും ആദ്യമായിട്ടാണ് മലയാളത്തിൽ ബിഗ് ബോസ് തന്നെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഈ സീസൺ 1 മലയാളത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു റിയാലിറ്റി ഷോ ഭയങ്കര ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ പുറത്തു തന്നെ കിടിലും കുറേ കണ്ടസ്റ്റൻസ്, കിടിലും കുറേ ഗെയിംസ്. ഫസ്റ്റ് സീസണായിട്ട് തന്നെ ഒരു അടിപൊളി സീസണായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. കുറേ നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില കണ്ടസ്റ്റൻസിൻ്റെ ലെവല് ഈ സീസൺ 7 വരെ എത്തിയിട്ട് ആർക്കും മാച്ച് ചെയ്യാൻ പറ്റാത്ത ചില കണ്ടസ്റ്റൻസ് ഉണ്ട് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ സാബുമോൻ അന്യായ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, കിട്ടിലോ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സാബുമോൻ തന്നെ വിന്നറുമാണ്, യോജിച്ച വിന്നറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം എന്തോന്നു സീസൺ 1 പ്രത്യേകിച്ച് പോരായ്മകളൊന്നും എനിക്ക് പറയാനില്ല, കിട്ടിലൊരു സീസൺ തന്നെയായിരുന്നു. പക്ഷേ ഇനി ഞാൻ പറയാൻ പോണ അടുത്ത സീസൺ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നേ ഉള്ളൂ, അല്ലാതെ ഇതിൽ മോശമൊന്നും പറയാനൊന്നുമില്ല. അപ്പം കിട്ടിയൊരു സീസൺ തന്നെയായിരുന്നു ബിഗ് ബോസിൻ്റെ സീസൺ 1. ഓക്കെ, എന്താ പറയുക, ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു സീസൺ ഇനി കാണാൻ വെയിറ്റ് ചെയ്യണം. ഇനി സീസൺ 8 എങ്കിലും ഇതിൻ്റെ ഒരു ലെവലെങ്കിലും എത്തിയിരുന്നെങ്കിൽ മതിയായിരുന്നു. അപ്പോൾ അടുത്ത ബിഗ് ബോസ് സീസൺ 1 ആണ്. സൂപ്പർ സീസൺ ആയിരുന്നു. ഓക്കെ, സൂപ്പർ സീസൺ ആയിരുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എൻ്റെ ഫസ്റ്റ് ഫേവററ്റ്, എൻ്റെ മോസ്റ്റ് ഫേവററ്റ് സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ 5. അതിൻ്റെ മെയിൻ കാരണം ഒന്നും ചോദിക്കുകയാണെങ്കിൽ ആ സീസൺ സത്യം പറയുകയാണെങ്കിൽ ആ സീസണിലെ എല്ലാ കണ്ടസ്റ്റൻസും നല്ലതാണ്. സത്യം പറഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻസും അതിൻ്റെതായ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ കിഡിലെ കണ്ടസ്റ്റൻസ് ആയിരുന്നു. അവരവരുടെ എന്താ പറയുക ഒപ്പീനിയൻസ് വൈസ് നോക്കുമ്പോൾ തന്നെ അവരുടെ രീതിയിൽ അവർ നല്ല തന്നെ ഗെയിം കളിച്ചൊരു ഒരു സീസണായിരുന്നു. അത് എല്ലാ കണ്ടസ്റ്റൻസും എനിക്ക് പേഴ്സണലി ഒരു കണക്ഷൻ ഫീൽ ചെയ്തു ആ ഒരു സീസൺ കണ്ടപ്പോൾ. മാത്രമല്ല ഒരു രക്ഷയില്ലാത്ത ഗെയിംസ് ആയിരുന്നു സീസൺ. ആ സീസൺ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അവിടുത്തെ കണ്ടസ്റ്റൻസ് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ റിനോഷിൻ്റെ ഒറ്റ സാധനമായാലും നിങ്ങൾക്കറിയാല, ഗെയിമിംഗ് ഗോട്ട് ബിഗ് ബോസിലെ ഗോട്ട് കണ്ടസ്റ്റൻ്റായ അഖിൽ മാലാർ. ഓക്കെ, അഖിൽ മാലാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സീസണാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ബെസ്റ്റ് സീസൺ ബിഗ് ബോസ് സീസൺ. ചിലപ്പോൾ അത് അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കാം. എല്ലാവർക്കും സീസൺ 4 ആണ് ഇഷ്ടം. 4ഉം 1ഉം ആണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് 4ഉം 1ഉം 2ഉം പക്ഷേ 4ഉം 1ഉം 5ഉം ടോപ്പ് 3 ആണ്. പക്ഷേ 5 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ബെസ്റ്റ് ആയി തോന്നിയിട്ടുള്ളത്. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ സീസൺ എന്താ പറയുക 5 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസൺ. കിട്ടില്ല സീസണായിരുന്നു, കിട്ടില്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു, കിട്ടില്ല പറ്റിയ വിന്നറും ആയിരുന്നു. അപ്പോൾ എനിക്ക് സീസൺ 5 തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഗോട്ട് ടയറിൽ നിർത്താൻ പറ്റിയൊരു സീസണായിട്ട് എനിക്ക് ബിഗ് ബോസിൽ തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലിസ്റ്റ് അത്രയും ബിഗ് ബോസിൻ്റെ ഇതിലെ. ഇനിയിപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ആകെ ഒരു പ്രതീക്ഷ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇനി വൈൽഡ് കാർഡ് എൻട്രി വരണം. ഓക്കെ, ഇനി വൈൽഡ് കാർഡ് എൻട്രി ഒരു 50 ദിവസമൊക്കെ അടുപ്പിച്ചാകുമ്പം വന്നിട്ട് അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് വരെയാണെങ്കിൽ സീസണിൻ്റെ ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വിന്നർ അനീഷ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാര്യത്തിലെങ്കിലും എന്താ പറയുക ബിഗ് ബോസിൻ്റെ ഈ വിന്നറെങ്കിലും കൊള്ളായിരുന്നു എന്ന് നമുക്ക് പറയായിരുന്നു. ഓക്കെ, കാരണം അനീഷാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആകെ ഒരു അനുയോജ്യമായ വിന്നർ. സത്യം പറയട്ടെ, ഈ സീസണിലെ വിന്നർ ആരെന്ന് അറിയാമോ? അനീഷും അല്ല, ഇനി ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റൻസും അല്ല. സത്യം പറഞ്ഞാൽ ഈ സീസണിൻ്റെ വിന്നർ ഈ സീസൺ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസാണ് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കറക്റ്റ് ക്ലാപ്പ് അടിക്കേണ്ട സമയത്ത് ഓഡിയൻസ് ക്ലാപ്പ് അടിക്കും. അത് ഏറ്റവും സാറ്റിസ്ഫൈങ് ഒരു സാധനമാണ്. ശനിയാഴ്ച ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ കറക്റ്റ് പോയിന്റ്സ് പറയുമ്പോഴാണ് ഓഡിയൻസ് ക്ലാപ്പ് അടിക്കുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവർക്കാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് കളി ഓഡിയൻസിന് അറിയാം. സത്യം പറഞ്ഞാൽ ഈ സീസണിലെ വലിയ ഓഡിയൻസ് ലാലേട്ടനുണ്ട്. സത്യം പറയുകയാണെങ്കിൽ മസ്താനി യു ആർ എവിക്റ്റഡ്. ഓഡിയൻസ് സാർ കാര്യം അറിയാം. അതുകൊണ്ട് ഓഡിയൻസ് ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സീസൺ 7 വിന്നർ. സത്യം പറയുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ബിഗ് ബോസ് സീസൺ മലയാളത്തിൻ്റെ റാങ്കിങ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മുതൽ എൻ്റെ വീഡിയോസ് ക്രിസ്പായിരിക്കും. വീണ്ടും ഒരു മണിക്കൂർ വീഡിയോസ് ഒന്നും ഞങ്ങൾ ഇടത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി എന്ന് വരാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇപ്പം ഒരു മാസം കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി.
നിങ്ങൾക്ക് നാണം ഉണ്ടോ? കാരണം നിങ്ങൾക്കറിയാലോ എൻ്റെ +2 ഒക്കെ ആയതുകൊണ്ട്. അപ്പം എന്താ പറയുക, അങ്ങനെ പ്രതീക്ഷ മതി. അതിൽ വരണ അത്ര കിടിലം വീഡിയോസും കൊണ്ടായിരിക്കും ഞാൻ വരാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും.